നീന്തൽ മാത്രം പഠിച്ചാൽ പോരാ, ഒരേ സ്ഥലത്ത് തുഴഞ്ഞു നിൽക്കാൻ പഠിക്കണം. നമ്മളെങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു മത്സരത്തിനോ എന്തെങ്കിലും ഫയർമാൻ അങ്ങനത്തെയൊക്കെ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ മുങ്ങുന്നത് അവർ കണക്കിലെടുക്കില്ല. അപ്പോൾ നമ്മൾ മൂക്ക് മുകളിൽ കാണിച്ചും കൊണ്ട് താടി വെള്ളത്തിൽ വെച്ചും കൊണ്ട് വേണം തുഴഞ്ഞു നിൽക്കാൻ. അങ്ങനെ 2 മിനിറ്റ് നിൽക്കണം. നമുക്ക് തോന്നും 2 മിനിറ്റ് എന്ന് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന്. പക്ഷേ നീന്തൽ പഠിച്ചാലും നമുക്ക് ഈ 2 മിനിറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ചില ആളുകൾക്ക് നല്ലോണം നീന്താൻ അറിയുന്ന ആളുകൾക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് കുഴപ്പമാണ്. ഇതിപ്പോൾ ഇവൾ നന്നായി നീന്തുന്ന ആളായതുകൊണ്ട് ഇവൾ 3 മിനിറ്റൊക്കെ കവർ ചെയ്യുന്നുണ്ട്. 3 അല്ല 4 മിനിറ്റ് വരെയൊക്കെ കവർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി അപ്പം നീന്തൽ പഠിച്ചവർക്ക് ഇങ്ങനെ നിൽക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നീന്തൽ പഠിക്കുമ്പോൾ തന്നെ ഈ തുഴഞ്ഞ് നിൽക്കില്ല. എല്ലാ വിധം നീന്തൽ നമ്മളിവിടെ പഠിപ്പിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ തുഴഞ്ഞ് നിൽക്കുമ്പോൾ മലരാൻ പാടില്ല, മലക്കാൻ പാടില്ല. മലന്നാൽ അവർ തോൽപ്പിക്കുന്നതായിട്ട് കണക്കാക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണം നിൽക്കാൻ. അത് നമ്മൾ കൈ വേണമെങ്കിൽ അടുത്തേക്ക് വേണ്ടിയേ ദൂരേക്ക് വേണ്ടിയേ ജോഗ് ചെയ്യുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്ക് മുങ്ങിയാൽ സ്റ്റാമിന കിട്ടും. മുങ്ങാൻ പാടില്ല. മുങ്ങിയാൽ അവരത് മൈനസ്സായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ നമ്മൾ തോറ്റു പോകും. നമ്മളെല്ലാം ജയിച്ച് ഫിസിക്കലും എല്ലാം നീന്തലിൻ്റെ 2.15 50 മീറ്റർ നീന്തലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയുള്ള തുഴഞ്ഞ് നിൽക്കലിൽ പോയാൽ നമ്മൾ പിന്നെ ആദ്യം മുതൽ ടെസ്റ്റ് എഴുതി വരേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ഇവിടെ നല്ല നീന്തുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് അതൊരു വിഷയമല്ല. മനസ്സിലായി?